എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നതാണ്. പാട്ട് നമുക്ക് അവസാനം കേൾക്കാം. കുറെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്റെ പേര് അജീഷ്. മൈഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 2-3 ദിവസത്തെ കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ എല്ലാം നല്ല മഴയാണ്. മഴയാകുമ്പോൾ തന്നെ ഫാമിലെ കാര്യങ്ങളൊക്കെ കുറെ കഷ്ടത്തിലാണ്. പ്രത്യേകിച്ച് ആടിലൊന്നും അഴിച്ചിറക്കാൻ പറ്റത്തില്ല, തുളിയും ഇതൊക്കെയാണ്. പിന്നെ അപ്പൂനെ നല്ല രീതിയിൽ ഒന്ന് കുളിപ്പിച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി. കാരണം വേറൊന്നും കൊണ്ടെല്ലാം മഴ നനഞ്ഞാണ് അവർ ഓൾറെഡി വരുന്നത് വീട്ടിലോട്ട്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ചെടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കളയുന്നതല്ല, നമ്മൾ അങ്ങനെ കുളിപ്പിക്കത്തില്ല. കാരണം ഇത്രയും തണുത്തിരിക്കുമല്ലേ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേളിൽ ഇനി നമ്മോട് കുളിപ്പിച്ച് വെറുതെ പനിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് നമ്മളതിനെ കുളിപ്പിക്കാത്തത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ മാസവും കാട്ടിൽ മേക്കത്തി അമ്പലത്തിൽ പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം 3ാമത്തെ മാസമല്ലേ, 3 വട്ടമായിട്ട് പോകുന്നുണ്ട്. അവിടുത്തെ ഒരു ആചാരം അനുസരിച്ച് നമ്മൾ 7 മാസം പോയതിനു ശേഷം അവിടെ പൊങ്കാലിടുക. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. ആഗ്രഹം എന്താണെന്ന് ചോദിക്കൊന്നും വേണ്ട, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അത് നമ്മൾ പറയാൻ പാടില്ല. അത് നേടിയെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയതിന്റെ കൊച്ചു കൊച്ച് പിന്നെന്താ പറയുക, ചെറിയ ചെറിയ വിശേഷങ്ങൾ നമ്മൾ ഇതുമായിട്ടൊന്ന് പങ്കുവെക്കുന്നുണ്ട്. കാട്ടിൽ മേക്കത്തി പണ്ട് കാലത്ത് ഈ അമ്പലത്തിലൂടെ വരുന്ന ഒരു കടത്താണെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ കാലത്തുള്ള പഴയ ആ ഒരു കെട്ടിടം അത് കാണുമ്പോൾ തന്നെ അറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഡിസൈനിങ് വർക്കാണ് ഫുള്ള്. പഴയ ഷീറ്റ്, അതുപോലെ തന്നെ തെങ്ങിൻ്റെ തടി കൊള്ളാം. പക്ഷെ ഇപ്പോൾ കടത്തില്ല. നമുക്കിനിയിപ്പോൾ കടത്തുണ്ട് വരുന്നുണ്ടോ? ഓക്കെ അപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഇരുട്ടതായിട്ട് കണ്ടില്ല. നമ്മളിപ്പോൾ ജക്കാറിനകത്ത് പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ സംഭവം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ കടത്ത് അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തങ്ങ് പോകാം. നമ്മളെല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. അതായത് മലയാള മാസം നമ്മളിപ്പോൾ 3ാമത്തെ മാസമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു 7 മാസം നമ്മളിവിടെ മണി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇനിയും തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാ മാസത്തിലും വരും. ഇതിപ്പോൾ വൃശ്ചികമാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം നമ്മൾ വരും. നമ്മുടെ കാട്ടിൽ മേക്കത്തി അമ്പലത്തിൽ പിന്നെ കടലിൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഒരു പാനിപ്പൂരി കടയുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ചു നോക്കി. ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കഴിക്കാൻ ശ്രമിക്കുക. भाई का नाम क्या है? विपुल. किधर से आप? मैं आसाम से. कितने साल से इधर काम कर रहा है? 2-3 साल हो गए मेरे. 2-3 साल हो गया. ഓക്കെ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ മിഥുൻ എന്നാണ് പേര്. വെസ്റ്റ് ബംഗാൾ, ആസാമിൽ നിന്നാണ്. 2-3 വർഷം കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പാനിപ്പൂരി വിൽക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം പോലെയാണ് ഇവിടെ നോക്കിയാൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിലാണ് ഫുഡ്. അതുകൊണ്ട് തന്നെ കുറേ യൂട്യൂബ് ചാനലൊക്കെ വന്നിട്ടുണ്ട് പുള്ളിയുടെ. എല്ലാവരും വരുമ്പം ഇവിടെ വരുമ്പോൾ കഴിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതെ, കഴിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വരുന്ന, അതായത് അടുത്ത മാസം 17, 18, 19 നമ്മളൊരു തീർത്ഥാടന യാത്രയുണ്ട് പളനിയിലോട്ട്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ അമ്പലങ്ങളെല്ലാം നമ്മൾ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വന്നതിന് ശേഷം ജനുവരി അവസാനത്തോടു കൂടി നമ്മളൊരു സ്പെഷ്യൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പം പിന്നെ എന്താ പറയുക, വലിയൊരും അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ തീർത്ഥാടനവും പിന്നെ നല്ല നല്ല സ്ഥലങ്ങളും നമ്മൾ സന്ദർശിക്കാനായിരിക്കുന്നത്. അതിപ്പം എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. കാരണം മറ്റുള്ള രീതിയിൽ നിന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വിളിക്കുമ്പോൾ നമ്മളങ്ങ് പോയാൽ മതി. ഇപ്പം നമ്മൾ തന്നെ ഒരു വണ്ടി വിടാൻ പോവാണ്. അപ്പോൾ ആ ഒരു വണ്ടി എങ്ങനെയൊക്കെയുള്ള വണ്ടിയാണെന്ന് നോക്കിയപ്പോൾ വിഷ്ണുവിന് ഈ വണ്ടികളെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഞങ്ങൾ ഇന്നലെ ആണെങ്കിൽ ഒരു വണ്ടി കാണാൻ പോയായിരുന്നു. അതിനകത്ത് കാര്യങ്ങളും എന്താ പറയുക, അതിനകത്തുള്ള അവരുടെ സൗണ്ട് വർക്കും ലൈറ്റും ആ വണ്ടിയുടെ ഇതിനെക്കുറിച്ചൊക്കെ സത്യം പറഞ്ഞാൽ അവനെ അറിയത്തുള്ളൂ. അപ്പം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ജനുവരിയിൽ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. തീർത്ഥാടനവും അതുപോലെ തന്നെ സൈറ്റ് സീയിങ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ വണ്ടികളിങ്ങനെ തേടി എടുത്ത സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സിംഗം ഹോളിഡേയ്സ് സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പം കണ്ടു കഴിഞ്ഞാൽ വലിയ സെറ്റപ്പും ലൈറ്റോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് ഫുൾ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു സെറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയാണ് ഇതിൻ്റെ പരിപാടികളെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ള രീതിയിൽ പറയാം. ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാൻ പോവുക. ഇതിനകത്ത് ഇപ്പം വലുതായിട്ട് വർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ വേറെ ലെവലിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വണ്ടി ഒരു അപ്ഡേഷന് കയറാൻ പോവുക, ഉടനെ തന്നെ BRC കയറാൻ പോവുക എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ടൂർ പോകുന്നതിന് മുമ്പേ നമ്മുടെ നെയിം ബോർഡ് വേറെ ലെവൽ സാധനം കേട്ടോ. അപ്പം നമ്മുടെ ലൈറ്റ് ഫുൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിംഗത്തിൻ്റെ ലൈറ്റ് ഫുൾ ഇട്ടിട്ടുണ്ട്. പിള്ളേർക്കെല്ലാം കാണാനുള്ള സെറ്റപ്പ് എല്ലാം കൊണ്ട് കയറുന്നുണ്ട്.
വണ്ടി കണ്ട് കാണും, നമ്മൾ നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി പടി പോലെ നടക്കും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, കാരണം വെച്ചാൽ നല്ല മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ ആടുകൾക്കൊക്കെ തോലൊടിക്കാൻ പെട്ടെന്ന് പോകാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം ഞാനും വിഷ്ണുവും കൂടെ രാത്രിയിലൊക്കെ പോയാണ് ആടിന് തോലെല്ലാം ഒടിച്ചുകൊണ്ട് വന്നത്. മഴയെന്ന് പറഞ്ഞാൽ ഫുള്ള് മഴയത് മൊത്തം നനഞ്ഞ് ഊറ്റി വാരി. അപ്പോൾ അതും കൂടെ നമ്മളിതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് സമയമായി, കാരണം രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്, ഇതുവരെയും മഴയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആടിന് തോല് ഒടിച്ചിട്ടില്ല. അതുപോലെ അപ്പൂവിന് പുല്ല് വേണം, നമ്മുടെ സുന്ദരിക്ക് പുല്ല് വേണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പം ഈ ഒരു സമയത്തിലാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. നമുക്ക് കൂട്ടിയിട്ട് നമ്മൾ ഇന്നലെ കാട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടായിട്ട് വരാൻ പോകുന്ന പിള്ളേരെ നോക്കുന്നത് ഇവരൊക്കെയാണ്. ചേട്ടാ ഗോപി വാ, പക്ഷെ കൂടെ ഒന്നും കേട്ടോ. വാ. അപ്പോൾ ഇപ്പോഴും എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭയങ്കര രാത്രിയൊക്കെ ആയിരുന്നു. സംഭവം അത്ര ഇതൊന്നും അല്ല. നമ്മളൊരു 6 മണി സംതിങ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്നത്തെ സമയത്ത് പോലെ തന്നെയാണ് ഇപ്പോഴും തോലടിക്കാൻ പോകുന്നത്. പക്ഷേ ഭയങ്കര ഇരുട്ടൊക്കെയാണ്. പിന്നെ ഇന്ന് ഇത്ര ഇരുട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഷാഡയും ടോമിയുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ കുറുക്കന്മാരൊക്കെ ഉണ്ട്. നമ്മൾ ശല്യമൊന്നും ചെയ്തില്ല, എന്നാലും അമ്മരമോ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം അല്ലേ. നമ്മളിപ്പം ഒരു പെറ്റ്സിനെ വളർത്തിക്കഴിഞ്ഞാൽ ഡോഗായാലും എന്തോ ആയാലും ശരി തന്നെ എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ഇല്ലേ. അപ്പം ഡോഗുകൾക്ക് അത്രമാത്രം കഴിവുണ്ട്. അപ്പോൾ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളൊരു തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഷാഡോയും ടോമിയും കൊണ്ടുപോയത്. ഈ ടോമി എന്തെന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കുന്നു. എൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇപ്പോഴാണ് അങ്ങോട്ടൊന്ന് പോയത്. അവനെ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് അവന് പേടി. അവൻ ഫുള്ള് ചുറ്റുപാടൊക്കെ നോക്കി ഇങ്ങനെ പേടിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ നല്ല ഇരുട്ടായി കേട്ടോ. പക്ഷേ എന്ന് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, നമ്മളുടെ ആട്ടുംകുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാതെ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവരെ എന്താണ് വലുതായിട്ട് ഇറക്കാനും പറ്റിയില്ല മഴ കാരണം. അതുകൊണ്ട് ഇവ ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ടോ. അവർ പോയിട്ടും ഇവ ഇങ്ങനെ നിന്ന് നോക്കുക. അവന് പോകാൻ ഭയങ്കര പേടി. ഞാൻ അവനങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എടാ പോടാ ഡാ ഉണ്ടാ. ഷാഡ് അവിടെ ഉണ്ട്, അജീഷണം എന്തോ പോകുന്നു. ഒന്നും കാണാൻ പോലും വയ്യ, അത്രയ്ക്ക് ഇരുട്ടായി. ടോമി അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, ഇവിടെ കിടന്ന് ചാടി കളിക്കുക. അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് അവൻ ചാടിപ്പോയി. ഞാൻ മാത്രമുണ്ട് ഇവിടെ. വേലി കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അന്നേരം മാക്സിമം പറ്റുന്ന തോലെല്ലാം ഒടിച്ചെടുക്കുക. നമ്മൾ ഈ കാട്ടിലോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് മഴ ആയതുകൊണ്ട് നമ്മൾ ആ സൈഡിലുള്ള എല്ലാ സാധനങ്ങളും ഒടിച്ചെടുത്ത് നോക്കിയപ്പം ഇന്ന് എവിടെയും പോയി ഒടിക്കാനായിട്ടില്ല നോർമലി. അങ്ങനെ ഈ മഴയും കാരണം ഒടിക്കാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ കാട്ടിലോട്ട് കയറി വരേണ്ടെന്ന അവസ്ഥ വന്നത്. രാമരതോ അവിടെ ഇപ്പോൾ ഉണ്ട്. അജീഷണ്ണ ഇവിടെ ഇന്ന് ഒടിക്കുന്നത് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കയ്യിൽ ടോർച്ചും കുടയും പിന്നെ ക്യാമറ ഇതും ഇരിപ്പുണ്ട്, മൊബൈലും ഇരിപ്പുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള തോലായിട്ടുണ്ട്. നമുക്കന്നേരം അങ്ങോട്ട് തിരിച്ചു പോകാം. ഇവിടെ കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ഭയങ്കര കൊതുവിൻ്റെ ശല്യവും അതിനോടൊപ്പം തന്നെ നല്ലോണം മഴയും പെയ്യുന്നു. ഓക്കെ, അജീഷണ്ണ എല്ലാം എടുത്ത് ഒന്നും കാണാൻ വയ്യെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി വെട്ടം ഇല്ല. ലവന്മാരെന്ത് ചാടോ? ആ അവന്മാർ വരുന്നുണ്ട്. അങ്ങോട്ട് തിരിച്ചു പോവാം. ഇനി വീട്ടിൽ ചെന്ന് അപ്പൂനെ അഴിക്കാൻ പോകുന്ന കാണാം. മരം കയറി മഴാനെ. അപ്പം ഞാൻ ഇനി അപ്പൂനെ അഴിക്കാൻ പോകണം. സമയം 6 മണി 6:15 അടുപ്പിച്ചാവതേ ഉള്ളൂ. പക്ഷെ നല്ല ഇരുട്ട്. ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞാലും കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. പിന്നെ അപ്പൂനെ അഴിച്ചുകൊണ്ട് വന്ന് അപ്പൂനെ കണ്ടപ്പം ഷാഡ പോലെ തുടങ്ങി. ചീനിയോ ഇരിപ്പുണ്ടോ? ആ കുഴപ്പമില്ല, കൊടുക്കാം.
ഇവിടെ ഒരു ഇച്ചിരി എന്നും ഇച്ചിരി എന്തെങ്കിലും ആണ് കൊടുക്കുന്നതാകാം. ഇതിനൊരു ഇച്ചിരിയേ ഉള്ളൂ കൈപ്പടയിൽ പോയത്. നിങ്ങൾ ആദ്യമേ കണ്ട കുറേ പാട്ടും കാര്യങ്ങളൊക്കെ അല്ലേ? അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിവിടെ നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയം വൃദ്ധസദനമാണ്. അപ്പോൾ അവിടുത്തെ 1ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ കുട്ടികളും ആ സ്കൂളിൽ പേരെന്തായിരുന്നു പറഞ്ഞേ? പഞ്ചാക്ഷരി. അത് തന്നെ, ആ സ്കൂളിൽ പേര് ഞാൻ മറന്നുപോയി. അപ്പം ആ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെയും വിളിച്ചു. വേറൊന്നും കൊണ്ടല്ല, കുട്ടികൾക്ക് ഒരു ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ ഡ്രസ്സ് മാറണം, കോസ്റ്റ്യൂമൊക്കെ മാറേണ്ടി വരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കയറി പാടാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ടൈമും കിട്ടും, ഇരിക്കുന്നവർക്ക് ലാഘവത്തില്ല. അങ്ങനെ ചെറിയൊരു പരിപാടി ഞങ്ങൾ നടത്തിയായിരുന്നു. ആ വീഡിയോസ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പാട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബിനകത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഷെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടേക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പോർഷൻ നമ്മൾ മ്യൂട്ട് ചെയ്യും. കാരണം വെച്ചാൽ നമ്മളിത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാൻ പറ്റുന്നത് കോപ്പിറൈറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ നേരെ പോയി വീഡിയോസൊക്കെ കണ്ടോളൂ. എനിക്കാണെങ്കിൽ തന്നെ ഇവിടെ എല്ലാം കുറച്ച് ചെടികളൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ ആട് തിന്നുന്നതാണ്. കാരണം ഇന്ന് രാവിലെ എന്താണെന്ന് അറിയത്തില്ല, ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്, മഴയൊക്കെ തോന്നിക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ തോലൊടിച്ച് അങ്ങ് സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ നിങ്ങളത് പിന്നെ പോക്കോ, ഞാൻ ഇതിന് പോകും. +2 വിദ്യാർത്ഥിനിയായ ഓം നമോ നാരായണായ. ഓം ഗുരുനാഥൻ തുണീക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലും പിരിയാതെ ഇരിക്കണം. നമ്മുടെ നരജന്മം സഫലമാക്കിയിട്ടുവൻ.
വിജയായ